Welcome to a new class of Jolly Tutorials. ഇന്ന് നമ്മൾ ചാപ്റ്റർ 12 ഏരിയാസ് റിലേറ്റഡ് ടു സർക്കിളിനകത്ത് നമ്മളുടെ സെക്കൻഡ് ടോപ്പിക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തായിരുന്നു, വിച്ച് വാസ് വി സ്റ്റഡീഡ് ഹൗ ടു ഫൈൻഡ് ദ ഏരിയ ഓഫ് എ സെക്ടർ ആൻഡ് എ സെഗ്മെൻറ്റ്, ലെങ്ത് ഓഫ് ദ ആർക്ക് ഓഫ് എ സെക്ടർ. ഈ മൂന്ന് ടോപ്പിക്സ് ആണ് നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിനകത്ത് നമ്മൾ കഴിഞ്ഞ ആ ഒരു സെക്ഷനകത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. ഇന്ന് നമുക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് രണ്ടെണ്ണം ഉണ്ട്, അത് നമുക്ക് ചെയ്ത് നോക്കാം. സോ ദിസ് വൺ ഇസ് ഈസി. ഇതിനകത്ത് അവർ പ്യുവർലി നമ്മൾ പഠിച്ച ഫോർമുലയ്ക്കകത്തോട്ട് ജസ്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. പക്ഷെ നെക്സ്റ്റ് എക്സാമ്പിൾ ഇസ് എ ലിറ്റിൽ മോർ ട്രിക്കി ഓർ എ ചലഞ്ചിങ് വൺ. സോ നമുക്കത് ചെയ്ത് നോക്കാം. ഈ ഫസ്റ്റ് എക്സാമ്പിളിനകത്ത് എക്സാമ്പിൾ 2-നകത്ത് ഇവർ പറഞ്ഞേക്കുന്നത് നമ്മളുടെ സർക്കിളിൻ്റെ റേഡിയസ് 4 സെൻറ്റിമീറ്റർ, സെക്ടറിൻ്റെ ആംഗിൾ ഓഫ് ദ സെക്ടർ 30 ഡിഗ്രിയാണ്. നമ്മളോട് പൈയുടെ വാല്യൂ 3.14 യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഏരിയ ഓഫ് ദ മേജർ ആൻഡ് മൈനർ സെക്ടർ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് മൈനർ സെക്ടർ കണ്ടുപിടിക്കാം. നമുക്കറിയാം ഏരിയ ഓഫ് മൈനർ സെക്ടർ കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല എന്താ? ഏരിയ ഓഫ് ദ സെക്ടർ ഈക്വൽ ടു theta divided by 360 into pi r. So നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 30 divided by 360 into 3.14 into 4 into 4. അപ്പോൾ നമുക്ക് ഇതും ക്യാൻസൽ ചെയ്യാം. ഇത് 1 വെച്ച് ഡിവൈഡ് ചെയ്ത് ഇത് 1 2 12 ആകും. സോ 12 and 4 3 വെച്ച് ക്യാൻസൽ ചെയ്യാം. സോ വാട്ട് വി ഗെറ്റ് ഇസ് ദാറ്റ് 3.14 into 4 divided by 3. അപ്പം 3.14 into 4 എന്ന് പറയുമ്പോൾ 16, 5, 12.56. Yes, 12.56 divided by 3 ചെയ്യണം, which is equal to okay, ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇത് 1, ഇത് 4.5 ഇല്ലാത്ത 1 ടൈംസ് വരും. 26 എന്ന് പറയുമ്പോൾ 8 വരും. ഓക്കെ, 4.18 something. So approximately നമുക്ക് 4.19 അപ്രോക്സ് സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതാണ് നമ്മുടെ യൂണിറ്റ്. സോ ഇതാണ് ഏരിയ ഓഫ് ദ മൈനർ സെക്ടർ അല്ലെങ്കിൽ സെക്ടർ. നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു വാല്യൂ ഇതിനകത്ത് എഴുതാൻ പറ്റത്തുള്ളൂ. സോ നമുക്ക് ഫസ്റ്റ് പാർട്ടിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി 4.19 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി നമുക്ക് മേജർ സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. അതിന് ഞാൻ മുമ്പേ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു ഏരിയ ഓഫ് മേജർ സെക്ടർ എങ്ങനെ കണ്ടുപിടിക്കുന്നത്. ഈക്വൽ ടു പൈ ആർ സ്ക്വയർ മൈനസ് ഏരിയ ഓഫ് ദ മൈനർ സെക്ടർ, വിച്ച് ഇസ് 4.19. നമ്മൾ കഴിഞ്ഞതിനകത്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ദിസ് ഇസ് 3.14 into 16 minus 4.19. 3.14 into 16 എന്ന് പറയുമ്പം 24, 8, 18, 4, 1, 3, 4, 12, 10, 5. രണ്ട് decimal points. So the value is 50.24 centimeter square. So this is the area of the major sector, which is 46.1 hour. Oh, I'm sorry. I just multiplied. Okay. നമ്മൾ സബ്ട്രാക്ട് ചെയ്തില്ലല്ലോ. ഇതിൽ നിന്ന് നമുക്ക് എന്താ സബ്ട്രാക്ട് ചെയ്യേണ്ട? 4.19 സബ്ട്രാക്ട് ചെയ്യണം. So നോക്കൂ, 50.24 minus 4.19, 14, 9, 5, and this is 0, 6, 4. So this would be 46.04. നമുക്ക് approximately 46.1 centimeter square എന്ന് എഴുതാം, റൗണ്ട് ചെയ്തിട്ട്. So this is the area of the minor sector and this is the area of the major sector. ഇനി നമ്മളുടെ എക്സാമ്പിൾ നമ്പർ 3 നോക്കാം. എക്സാമ്പിൾ നമ്പർ 3-നകത്ത് അവർ ഇങ്ങനെ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. ഒരു സർക്കിൾ വിത്ത് സെൻറ്റർ O, അതിൻ്റെ രണ്ട് റേഡിയസ് A, B എന്ന് പറഞ്ഞ പോയിന്റ്സിലോട്ട് പോകുന്നുണ്ട്. സോ ദിസ് ഇസ് എ സെക്ടർ. OA, YB ഇസ് എ സെക്ടർ.
പിന്നെ അവരിങ്ങനെ ഒരു ലൈൻ ഒരു കോഡും ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ വി ഹാവ് ടു ആക്ച്വലി ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ സെഗ്മെന്റ് AYB. ഈ AYB എന്ന് പറഞ്ഞ സെഗ്മെന്റിന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. റേഡിയസ് തന്നിട്ടുണ്ട് 21 സെന്റിമീറ്റർ. സെക്ടറിന്റെ ആംഗിൾ തീറ്റ തന്നിട്ടുണ്ട് 120 ഡിഗ്രി. ആൻഡ് നമുക്ക് പൈ യൂസ് ചെയ്യേണ്ടത് 22/7 ആണ്. സോ ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലെ നോട്ടിനകത്ത് നമ്മൾ സെഗ്മെന്റിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്, ഇത്രയും ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും, സെക്ടറിന്റെ ഏരിയ എത്രയാണോ അതിൽ നിന്ന് ട്രയാങ്കിളിന്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് സെഗ്മെന്റിന്റെ ഏരിയ കണ്ടുപിടിക്കും. സോ അതാണ് ഇവിടെ എഴുതിയേക്കുന്ന ഈ ഫോർമുല. ഏരിയ ഓഫ് ദി സെഗ്മെന്റ് ഈക്വൽ ടു ഏരിയ ഓഫ് സെക്ടർ OAYB മൈനസ് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ AOB. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഏരിയ ഓഫ് സെക്ടർ കണ്ടുപിടിക്കും. അത് കണ്ടുപിടിക്കാൻ നമ്മൾ ഡയറക്റ്റ് നമ്മളുടെ ഫോർമുല യൂസ് ചെയ്യും, തീറ്റ ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു πr². അങ്ങനെ നമ്മൾ ആ ഫോർമുല അപ്ലൈ ചെയ്തിട്ട് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 462 നമ്മളുടെ സെക്ടറിന്റെ ഏരിയ കിട്ടും. അതിവിടെ എഴുതി വെച്ചേക്കാം. 462 ആണ് നമ്മളുടെ സെക്ടറിന്റെ ഏരിയ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ AOB കണ്ടുപിടിക്കാനായിട്ട് പോകും. അപ്പോൾ ഈ റെഡ് വെച്ച് ഞാൻ വരച്ചേക്കുന്നത് അത് ഫിഗറിനകത്ത് ഇല്ലാത്തതാണ്, നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നതാണ്. കാരണം നമുക്കറിയാം നമ്മളൊരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. സോ ഇവിടെ ബേസ് എന്ന് പറയുന്നത് AB ആണ്, അതിന്റെ വാല്യൂ എത്രയാണെന്ന് നമുക്കറിയാൻ പറ്റില്ല. ഹൈറ്റ് കൺസിഡർ ചെയ്യാനായിട്ടാണ് ഞാൻ OM എന്ന് പറഞ്ഞൊരു കൺസ്ട്രക്ഷൻ ഉണ്ടാക്കിയേക്കുന്നത്. ഈ കൺസ്ട്രക്ഷൻ ഈ OM എന്ന് പറഞ്ഞ ലൈൻ ABക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. കൺസ്ട്രക്ട് OM പെർപെൻഡിക്കുലർ ടു AB. So now we have to find the values of OM and AB so that we can find the area of triangle AOB. സോ ഇനി ഈ ഒരു ട്രയാങ്കിളിനകത്ത് നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇപ്പം ഈ ഒരു ലൈൻ വന്നതുകൊണ്ട് ഇത് രണ്ട് ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ആയിട്ടുണ്ട്. ഇതിനകത്ത് OAയും OBയും ഈക്വലാണ്, കാരണം അത് റേഡിയസ് ഓഫ് ദി സർക്കിൾ, അപ്പോൾ അതിൻ്റെ വാല്യൂസ് സെയിം ആണ്. പിന്നെ OM കോമൺ സൈഡാണ്. പിന്നെ ആംഗിൾ OMAയും ആംഗിൾ OMBയും ഈക്വലാണ്, കാരണം അത് രണ്ടും 90 ഡിഗ്രി നമ്മൾ കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട്. സോ RHS കോൺഗ്രുവൻസ് ക്രൈറ്റീരിയ വെച്ചാൽ എന്താകും, നമ്മളുടെ ഈ ട്രയാങ്കിൾ AMOയും ട്രയാങ്കിൾ BMOയും കോൺഗ്രുവൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം അത് കോൺഗ്രുവൻ്റ് ആയതുകൊണ്ട് തന്നെ CP/CT വെച്ച് നമുക്ക് ഈ രണ്ട് സൈഡ്സ്, അതായത് AMഉം MBയും ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ, M is the midpoint of AB എന്ന് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ഓൾസോ ആംഗിൾ AOM ഈക്വൽ ടു ആംഗിൾ BOM, ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. എന്തുകൊണ്ട്, CP/CT വെച്ച് തന്നെ. അപ്പോൾ അത് രണ്ട് ഈക്വൽ ആയതുകൊണ്ട് ഇതിൻ്റെ ടോട്ടൽ വാല്യൂ 120 ഡിഗ്രിയാണ്. ആ രണ്ട് ആംഗിൾസ് ഈക്വലുമാണ്, ഈ രണ്ട് ആംഗിൾസ് ഈക്വലുമാണ്. അപ്പം ടോട്ടൽ 120 ആയതുകൊണ്ട് നമുക്ക് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യണ്ടേ. അപ്പം ഓരോന്നിൻ്റെ മെഷർമെൻറ്റ് എത്രയാകും, 60 ഡിഗ്രി ആകും. ഇനി ഞാൻ ഇതിനകത്ത് ഓരോ ട്രയാങ്കിളിന് ഇങ്ങോട്ട് മാറ്റി വരച്ചേക്കുക, ട്രയാങ്കിൾ AMOനെ മാറ്റി വരച്ചേക്കുക. അതിൻ്റെ ആംഗിൾ 60 ഡിഗ്രി, അതിൻ്റെ ഈ ഹൈപ്പോടെന്യൂസ് 21 സെൻറ്റിമീറ്റർ, ഇത് 90 ഡിഗ്രി എമ്മിൽ വരുന്നത്. ഞാൻ ഈ OMന്റെ വാല്യൂ ഞാൻ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യും. ലെറ്റ് OM ഈക്വൽ ടു X സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ ട്രിഗ്നോമെട്രിക്കകത്ത് നമ്മൾ പഠിച്ചായിരുന്നു cos 60യുടെ വാല്യൂ. ഇവിടെ 60 ഡിഗ്രി അല്ലേ വന്നേക്കുന്നത്, ആൻഡ് ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ല. അപ്പം cos 60യുടെ വാല്യൂ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം, നമ്മുടെ ഫോർമുല വെച്ച് അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോടെന്യൂസ്. എന്ന് വെച്ചാൽ cos 60 ഈക്വൽ ടു OM അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോടെന്യൂസ് OA. അഡ്ജസൻറ്റ് സൈഡിൻ്റെ വാല്യൂ നമ്മൾ കൊടുത്തേക്കുന്ന X, ഹൈപ്പോടെന്യൂസിൻ്റെ വാല്യൂ 21. നമുക്കറിയാം cos 60യുടെ വാല്യൂ എത്രയാ, 1/2. അപ്പം 1/2 ഈക്വൽ ടു X ഡിവൈഡഡ് ബൈ 21 നമുക്ക് കിട്ടി. നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടും, 21 ഡിവൈഡഡ് ബൈ 2 സെൻറ്റിമീറ്റർ. സോ നമുക്ക് OMന്റെ വാല്യൂ കിട്ടി 21 ഡിവൈഡഡ് ബൈ 2. അത് ഡൺ. ഇനി അടുത്ത് നമുക്ക് ABയുടെ വാല്യൂ കണ്ടുപിടിക്കണം. പക്ഷേ ഇതിനകത്ത് AMന്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇത് മിഡ് പോയിന്റ് ആയതുകൊണ്ട് ഇതിൻ്റെ വാല്യൂ എത്രയാണോ അതിൻ്റെ ഡബിൾ അല്ലായിരിക്കും ABയുടെ വാല്യൂ. സോ ഈ AMന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യും, ഈ AM ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ട്രിഗ്നോമെട്രിക് റേഷ്യോ നമ്മൾ കൺസിഡർ ചെയ്യണം. സോ sin 60 എന്താണ്, ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോടെന്യൂസ്. സോ AM ഡിവൈഡഡ് ബൈ OA. sin 60യുടെ വാല്യൂ നമുക്കറിയാം √3/2. സോ √3/2 ഈക്വൽ ടു AM ഡിവൈഡഡ് ബൈ OAയുടെ വാല്യൂ 21. സോ ഇത് വീണ്ടും നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 21 ഇൻറ്റു √3 ഈക്വൽ ടു AM ഇൻറ്റു 2.
അപ്പം എ എമ്മിൻ്റെ വാല്യൂ എങ്ങനെ എഴുതാം? എ എം ഈക്വൽ ടു 21√3 ഡിവൈഡഡ് ബൈ 2 സെൻറ്റിമീറ്റർ. സോ നമുക്ക് എ എമ്മിൻ്റെ വാല്യൂ കിട്ടി 21√3 ഡിവൈഡഡ് ബൈ 2. ഞാൻ ഇതൊന്ന് സബ്ട്രാക്ട് ചെയ്യുവാണ്. ഇതൊന്ന് ഞാൻ റബ് ചെയ്യുവാണ്. ഓക്കെ, അതും പോയി, സാരമില്ല. ഇനി ഒ എമ്മിൻ്റെ വാല്യൂ എനിക്ക് കിട്ടിയിട്ടുണ്ട് 21/2. എനിക്കിനി കിട്ടേണ്ടത് എ ബിയുടെ വാല്യൂ. എ ബി ഈക്വൽ ടു 2 ഇൻറ്റു എ എം എന്ന് എഴുതാമല്ലോ, എം മിഡ് പോയിന്റ് ആയതുകൊണ്ട്. സോ ഇതിനെ എനിക്ക് 2 ഇൻറ്റു 21√3/2 എന്ന് എഴുതാം. സോ 2 2 ക്യാൻസൽ ആവും. ഇതിൻ്റെ വാല്യൂ 21√3 സെൻറ്റിമീറ്റർ, ഇതും സെൻറ്റിമീറ്റർ. സോ നമ്മളുടെ ട്രയാങ്കിൾ എ ഒ ബിയുടെ ഏരിയ എത്രയാണ്? ഹാഫ് ഇൻറ്റു height OM into base AB. So ഇത് 21/2 into 21√3. അപ്പോൾ ഇത് എത്രയാകും? 21 into 21 ചെയ്യണം. 1 2 2 4 1 4 4 4 4 1√3 ഡിവൈഡഡ് ബൈ 4. ഇതിങ്ങനെ എടുക്കട്ടെ. അപ്പം ഇനി ബേസിക്കലി നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം നമ്മളുടെ ഏരിയ ഓഫ് ദ സെഗ്മെന്റ്. ഏരിയ ഓഫ് സെഗ്മെന്റ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് നമ്മളുടെ സെക്ടറിന്റെ ഏരിയയിൽ നിന്ന് ട്രയാങ്കിളിന്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്താൽ മതി. ഏരിയ ഓഫ് ഏരിയ ഓഫ് സെഗ്മെന്റ് ഈക്വൽ ടു ഏരിയ ഓഫ് സെക്ടർ എത്രയാ? 462 മൈനസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ നമുക്ക് എത്ര കിട്ടിയത്? 441√3 ഡിവൈഡഡ് ബൈ 4. അപ്പം ഇത്രയും സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് നമ്മളുടെ സെഗ്മെന്റിന്റെ ഏരിയ. ഇത് സിംപ്ലിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇത് ഇങ്ങനെ കിടക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ ആൻഡ് this is the end of today's class. It was a very short class just to explain this example question mainly. കാരണം ഇത് മനസ്സിലാക്കാൻ കുറച്ച് പാടാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. If you have any doubts, please mention it in the comment section and we'll meet in the next class with a new topic. Thank you. Bye.